ഒരുപാട് മാറിയിരിക്കുക എന്തായാലും. ഭയങ്കര രോഗമാണെന്ന് എന്തായാലും ഭയങ്കര രോഗമാണ്. ഹലോ ഹലോ, നമ്മളവിടെ പലപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് സാറേ. എന്റെ ക്യാമറ വെളിയിലിരിക്കുന്ന ക്യാമറ നിരന്തരം എന്റെ അയലത്തുള്ള ആൾക്കാർ ഓഫ് ചെയ്ത് വെക്കുക. ഹലോ, നമ്മുടെ വെളിയിലോട്ട് നമ്മുടെ ഗേറ്റിനെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറ ഉണ്ട്. അത് നമ്മൾ ഓലകെട്ടിയ മാഡം വിളിക്കുന്നത്. ദീപ എസ് പണിക്കർ എന്റെ പേര്. ദീപ എന്നാ പേര്, ദീപ. ആ, ഞാൻ അഡ്വക്കേറ്റ് ആണ്. നമ്മൾ ഡിവോഴ്സ്ഡ് ആണ്. അപ്പം കുറെ ഇപ്പൊ എന്റെ അമ്മയുടെ എന്റെ അനിയത്തി എന്ന് പറയുന്നത് അവരുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്, തൃശ്ശൂരാണ്. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ക്യാമറ ഇതിൽ ഓഫ് ചെയ്യുക, എന്നിട്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് കഥ ഉണ്ടാക്കാനാണ് മാഡം. വലിയ ശല്യമായിട്ട് മാറി. അത് ഇന്റർഫിയറൻസ് ക്രിയേറ്റ് ചെയ്ത് ഓഫ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവുക, എങ്ങനെയാണെന്ന് അറിയില്ല, ഡിവൈസ് ബിസി എന്നൊക്കെ കാണിച്ചത് ഓഫ് ചെയ്ത് ഇങ്ങനെ റെക്കോർഡ് ആവുന്നേ ഇല്ല. കുറേ പോർഷൻസ് റെക്കോർഡ് ആവാതാക്കുക. അല്ല, പുതിയ ക്യാമറയാണ്. ടെക്നിക്കൽ കുഴപ്പങ്ങളൊന്നും അല്ല മാഡം. ഇത് ഇന്നും ഓഫ് ആകുന്നു, എന്നും ഓഫ് ആക്കും ഇങ്ങനെ പല പല രീതിയിൽ. നോക്കിച്ചതാണ് മാഡം, പുതിയ ക്യാമറയാണ്, നോക്കിയതുമാണ്. അവർ പറഞ്ഞു ഇനി അങ്ങനെ ഓഫ് ആകത്തില്ല, ഒരു കുഴപ്പമുള്ള ക്യാമറ ഉണ്ടെന്ന്. ഇത് കണ്ടാ അറിയാലോ, ഒരു കുഴപ്പമില്ലാതെ ഇന്നലെ വരെ ഒരു കുഴപ്പം, ഇന്ന് ഫുള്ള് റെക്കോർഡ് ആവാതിരിക്കുക. നമുക്ക് റീപ്ലേ ഇപ്പം പ്ലേ ബാക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലെല്ലാം റീവൈസ് ചെയ്ത് വിട്ടേക്കുക. നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉള്ളതല്ലേ മാം നമ്മൾ പറയുന്നത്, അല്ല ചുമ്മാ ഉള്ളതല്ലോ. നമ്മുടെ കയ്യിൽ ക്യാമറ നമ്മൾ പറയുന്നത് ചുമ്മാ ആണെങ്കിൽ അതിനകത്ത് കാണരുതല്ലോ. നമ്മുടെ ക്യാമറയ്ക്കകത്ത് തെളിവുണ്ട്. ഇറേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുട്ടേജസ് ഒന്നും എല്ലാം ഇറേസ് ആയി പോയിരിക്കുക. പണ്ട് ഇതുപോലെ ഇവിടെ മാഡം ഇത് പറയാൻ കാരണം, പണ്ട് ഇവിടെ എനിക്ക് 2019 5 CCTV ക്യാമറ ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം തെളിവുണ്ട്. നമ്മുടെ 5 CCTV ക്യാമറ അടിച്ചു പൊട്ടിച്ചിട്ടാണ് ഇങ്ങനെ എന്തോ ഒരു സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു വടക്കേ എടുത്തിട്ടുണ്ട്. അവന്റെ മോൻ ഇങ്ങോട്ട് വരുന്നത് കഥ ഉണ്ടാക്കിയത്. ഇതുപോലെ തന്നെ ഇന്ന് എന്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് അവന്റെ മോനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവന്റെ വീട്ടില്. എന്നിട്ട് അവൻ ഇങ്ങോട്ട് വരുന്നത് കഥയുണ്ടാക്കാനും. പിന്നെ എന്റെ വീട്ടിൽ തൊട്ട് അയലത്തൊരു വീട്ടുകാരുണ്ട്. അവര് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടാണ്. അപ്പൊ അവിടെ കുറെ ആൾക്കാർ വരും. അപ്പം അവിടെ ഒരു കഷണ്ടി വെള്ളവെക്കം വരും. ഒരു KH29G1222 ബൈക്ക് നമ്പർ. അയാൾ ഇങ്ങോട്ട് വരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കഥയുണ്ടാക്കുക. അസുഖമായി വരുന്ന സമയത്താണ് നമ്മുടെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ഓഫാണ്, സർവ്വസമയം അത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ടെക്നിക്കലി കുഴപ്പമുള്ള ക്യാമറ അല്ല മാഡം. ഇന്നലെ വരെ അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ഇത് മണിക്കൂറുകൾ ചുമ്മാ ഇറേസ് ചെയ്ത് വിടാമെന്ന് മാമിനോട് പറഞ്ഞില്ലേ.
അങ്ങനെ ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വൈഫൈ സിഗ്നൽ ഉണ്ടല്ലോ മാഡം, മാഡം അറിയത്തില്ലേ വൈഫൈയുടെ സിഗ്നലിന്റെ അതേ ഇത് വേവ് ലെങ്ത് ഉള്ള സിഗ്നൽ കൊണ്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ആക്കുവാൻ പിന്നെ ക്യാമറയിൽ എന്തോ ചെയ്തിട്ട് അത് ഈ നമ്മുടെ റെക്കോർഡ് ആവാതിരിക്കുകയും ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതിനകത്ത് ഇവന്മാർ ഇങ്ങോട്ട് വരുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായില്ലേ? കാരണം ഇത് ഇവര് ഈ സ്പേസ് ഉണ്ടാക്കുന്നത് ഇവന്മാർ ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം AI മറ്റുള്ളവർക്ക് മാമിനെ അറിയാതെ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് നടക്കുന്നത്. ഞാൻ പോലീസിലല്ലേ, നമ്മൾ ഒരാള് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ മാമിന് അറിയാതെ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നതെന്നുള്ളത്. ആ ചെയ്യുന്ന അടുത്തുള്ളവർ തന്നെ, അല്ല ദൂരെ ഇരുന്ന് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? അടുത്തുള്ളവർക്കല്ലേ ഇതൊക്കെ. അത് എന്റെ ബന്ധുക്കൾ തന്നെയാണ് നമ്മളോട് പറയും, പണ്ട് പോലെ ശത്രുതയുള്ളവരാണ്, പണ്ട് പോലെ പലതും നമുക്കെതിരെ ചെയ്തതാണ്. ഞാനൊരു ഡിവോഴ്സ് ആണ്, എനിക്ക് 146 സെന്റ് സ്ഥലവും വീടുമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തട്ടി എഴുതണം. പണ്ടും ഇതുപോലെ തന്നെ നടന്നതാണ്. ഇത് എന്റെ ക്യാമറ 5 അടിച്ചു പൊട്ടിച്ചതിന് ഇപ്പോഴും എന്റെ തെളിവുണ്ട്. വന്ന് ഗുണ്ടകൾ അടിച്ചു പൊട്ടിക്കുന്നതിന് എല്ലാം തെളിവുണ്ട് കേട്ടോ, ചുമ്മാ പറയുന്നതല്ല. പേരെന്ന് പറയുന്നത് സദാനന്ദ മന്ദിരത്തിൽ ഒരു സോമരാജൻ, അവരുടെ വീട്ടിൽ കുറെ പേരുണ്ട്. അതുപോലെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവർ അവരുണ്ട്, അവന്റെയും അവിടെയും കുറെ എണ്ണമുണ്ട്. പിന്നെ എനിക്ക് ഇവരാണ് പ്രത്യേകിച്ചിട്ടുള്ളത്, ബാക്കി എനിക്കാരാന്ന് അറിയത്തില്ല. ഇവരാണ് പ്രത്യേകിച്ച് അടുത്തുള്ളവർ നമുക്കെതിരെ ചെയ്യുന്നത്. അയ്യോ, നമുക്കിത് ഫോൺ നമ്പർ അവരുമായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല മാഡം. അവരുമായിട്ട് ഒരു ബന്ധവും നമുക്കില്ല. അവര് ചുമ്മാ നമ്മുടെ ബന്ധുക്കൾ എന്തെങ്കിലും ഇതിന് ഈയിടയ്ക്ക് നമ്മളെ ചീത്ത വിളിക്കുന്നത്, തുണി പോക്കി കാണിക്കുന്നതിന്റെ എല്ലാം ഇതൊന്നും നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ അപ്ലോഡ് ചെയ്തിട്ട് അയാൾ മാമിനെ ഒരാൾ തുണി പോക്കി കാണിച്ചാൽ ഒന്ന് ആലോചിച്ച് വെക്കുക എന്തായിരുന്നു. ഇവരിങ്ങനെ ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ദിവസവും നമ്മളെ തുണി പോക്കി കാണിക്കാൻ ഭയങ്കര ശരിയാണ്. പിന്നെ ഇതുവഴി മാം എന്തെങ്കിലും തെളിവില്ലാത്തതല്ല, എന്തെങ്കിലും എല്ലാത്തിനും റെക്കോർഡ് ഇത് നമ്മൾ യൂട്യൂബിനകത്ത് തെളിവായിട്ട് ഇരുന്നുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട്, അതുവഴി പോകുന്നുണ്ട്. ഇന്നലെ അവൻ വൈകിട്ട് അവൻ ഭയങ്കര കഴിവുകൂടിയാണ്, കുടിച്ചിട്ട് വരുമ്പോൾ നിൽക്കുവാണ്. ഒരു കാര്യം പറഞ്ഞു, ഇവൻ ഈ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോകുന്നുടനെ ഇന്നലെ നമ്മളിവിടെ എന്റെ വീട്ടിൽ ആരുമില്ല, ഇവന്റെ വീട് മാമിന് വന്ന് കണ്ടാൽ അറിയാം, വഴിയാണ് അവന്റെ വഴിയുണ്ട്. നമ്മുടെ വീടിന്റെ 1 മീറ്റർ പോലും വ്യത്യാസമില്ല സത്യത്തില്. ഇവൻ ഈ വഴിയെ പോകുന്നുണ്ടെ എന്തുവാടി അങ്ങനെ ആടി ഇങ്ങനെ ആടി, പിന്നെ മായും പൂയും ഒക്കെ വെച്ചാ ചീത്ത വിളിക്കുന്ന ഇവന്. എന്നിട്ട് നമ്മളെ ഭയങ്കര എന്നിട്ട് പറയാം, നീ കള്ളും മയക്കുമരുന്നും ഒക്കെ എഴുതിയോടി, നിന്നെ അവൻ ശരിയാക്കും, നിന്നെ പിടിച്ചു കിട്ടും, അങ്ങനെ ഭയങ്കര ഭീഷണിയാണ്. എന്നുവെച്ചാൽ നമ്മളെ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്തിട്ട് നമ്മൾ കള്ളു കുടിക്കും, എന്താണ് നമ്മൾ മയക്കുമരുന്ന് അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടല്ലോ, ട്രാപ്പ് ചെയ്തിട്ട് നമ്മളെ ഇതൊക്കെ ആക്കി നമ്മുടെ സ്വത്തും